ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട്. നാട്ടിലെത്തിയിട്ട് ഒരു ഫുഡിൻ്റെ ശരിക്കും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എന്താ വിശേഷം? ഇപ്പം ഞാൻ ഇന്നൊരു നല്ല കുറുകിയ ചാറുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ്. അതിനാവശ്യമായിട്ട് 3 ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി, 2 തക്കാളിയിൽ എടുത്തിട്ടുണ്ട്. 1/2 കിലോയാണ് ചിക്കൻ വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പൊതുവേ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ വേഗം വന്ന് നന്നായിട്ട് എല്ലാ കാര്യവും ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനത്തെ ആളാണ് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ് കേട്ടോ. എന്തായാലും കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായി ചൂടായാൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. 2-3 സ്പൂൺ ഓയിൽ ഒഴിക്കണം. നന്നായി ചൂടാകുമ്പോൾ ഉള്ളി ഇടുക. ഈ പാത്രത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ലുലുവിന്ന് അവിടുന്ന് വാങ്ങിയതാണ്. പക്ഷേ അത് കുറച്ചധികം തീയാകുമ്പോഴത്തേനെ പെട്ടെന്ന് പിടിച്ചു പോകും. പക്ഷെ നല്ല പാത്രം, ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ അടിപൊളി, കാണാൻ നല്ല വൃത്തിയുണ്ട്. അങ്ങനെ അതിൽ ഉള്ളി ഇട്ട് ഉള്ളി നന്നായിട്ട് വാടണേ. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ കറി ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കമൻറ്റിലൂടെ അറിയിക്കണം വന്നിട്ട് അഭിപ്രായം. കുറച്ച് കറിവേപ്പിലിടാം ഈ സമയത്ത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം എന്ത് കറിയിലായാലും കുറേ ഇടും ഞാൻ. കുറച്ചധികം ഇടുന്നതാണ് എനിക്കിഷ്ടം. മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കുറച്ചധികം ഇടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കുറക്കേണ്ടവർക്ക് കുറക്കാം കേട്ടോ. പക്ഷെ എന്തായാലും എന്താ പറയുക, നല്ലൊരു കുറുകിയ ചാറുള്ള അടിപൊളി ടേസ്റ്റ് ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെറിയ തീയിൽ വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇടുക. 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. ഇട്ടിന് ചെറുതായി അരിഞ്ഞിട്ട് തക്കാളി ഇടുക. തക്കാളി ഇട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ പിന്നെ പൊടികളെല്ലാം ഇടുക. ഒന്നുകൂടി പറയുന്നത്, എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ സമയത്ത് നന്നായിട്ട് വാടും. കുറച്ച് നല്ലോണം ഉപ്പിട്ട് കൊടുത്ത് ഇനി ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, 1.5 സ്പൂണ് മുളക് പൊടിയും 1.5 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇതിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക. ഇങ്ങനെ കലക്കി കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ആ പച്ച കുത്തുണ്ടാവില്ല എന്നാണ് പറയാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നു. ഇനി ഇതിലേക്ക് അരക്കിയത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുളകും മല്ലിയും മഞ്ഞളും അതൊക്കെ കലക്കി വെച്ച പേസ്റ്റില്ലേ, അതിങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക.
ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ആ ചിക്കൻ്റെ വെള്ളം മാത്രം മതി ഇത് വേവാൻ. ഇങ്ങനൊരു കുറുകിയ രീതിയിലെടുക്കുന്ന നല്ലൊരു കറിയാണിത്. പിന്നെ ചാറ് വേണം തോന്നിയാൽ വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല തിളച്ച വെള്ളം എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് ഒഴിക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ചെറിയ തീയിലിത് വേവിക്കും വേണം. നല്ല ടേസ്റ്റ് കറിയാണ് കേട്ടോ. ഇത് കറിയാക്കി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റെല്ലാം നോക്കിയതിന് ശേഷം തന്നെയാണ് കേട്ടോ ഞാനിത് വോയിസ് ഇടുന്നു. ശരിക്കും നല്ല കറിയായിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റെല്ലാം ചെയ്യട്ടോ. അതിന് എന്തെങ്കിലുമെല്ലാം അതിൽ എന്തെങ്കിലും പരാജയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ, അടിപൊളി ചിക്കൻ കറി റെഡിയായി. ആ ചിക്കൻ്റെ തന്നെ വെള്ളത്തിലാണ് ഇത്രയും കറി ആയത് കേട്ടോ. ഇനി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇനി മല്ലിയില ചേർത്താൽ മതി. നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റ് സ്മെല്ല്. ആ കറിയിൽ സ്മെല്ല് വരുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ രുചി.